അമ്മനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുന്നു. നമുക്ക് വയ്യാണ്ടായി, പെട്ടെന്ന് വയ്യാണ്ടായി ഹോസ്പിറ്റലായിട്ട് അടക്കിയിരുന്നു. രാത്രി അമ്മക്ക് ടെൻഷൻ കൂടി, പ്രഷറൊക്കെ കൂടി അല്ലേ. ECG വേരിയേഷൻ ഉണ്ടായിരുന്നു, പ്രഷർ കൂടുതലുണ്ടായിരുന്നു, പിന്നെ ബ്ലോക്ക് ഉണ്ടാന്നൊക്കെ ചോദിച്ചാൽ നമ്മളോട് അങ്ങനെ സീരിയസ് ആണ് എന്നുള്ള ഒരു ഇതിലാണ് പറഞ്ഞത്. എന്നോടും കൂടി അഡ്മിറ്റ് ആക്കിയിട്ട് ICUലോട്ട് മാറ്റാന്നൊക്കെ ഉള്ള ഒരു ഇതൊക്കെ ഇങ്ങനെ വന്നു. എന്താണ് വീട്ടിലെ പ്രശ്നം ഉണ്ടായിട്ട് അതേപോലെയാണല്ല. ഹലോ, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ 2 ദിവസം വീഡിയോ ഒക്കെ എടുത്തിട്ട് സംഭവം എന്ന് വെച്ചാൽ ഇവിടെ നല്ല മറ്റു സംഭവമില്ലേ, നല്ല കുറേ കാലം നടക്കണ്ടായത് ഹോസ്പിറ്റലായിട്ട് അടക്കിയിരുന്നു. രാത്രിയായിട്ട് അപ്പോൾ ആരെയും കൊണ്ടാന്ന് എഴുതും. അമ്മനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുന്നു. നമുക്ക് പെട്ടെന്ന് വയ്യാണ്ടായി, ഒരു കുഴപ്പമില്ലാണ്ടിരുന്ന ആളായിരുന്നു. എന്നിട്ട് രാത്രിയൊക്കെ ഇപ്പോൾ ഹോസ്പിറ്റലായിരുന്നു, ഹാസ്റ്റലിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ വന്നിട്ടുണ്ട് വീട്ടിൽ. ഇന്നിപ്പോൾ ഇവിടെ ഉണ്ട്. അമ്മയുമോളൊക്കെ അടുക്കളുണ്ട്. വലിയ ഇവിടെ ഉണ്ട്, വലിയ കൊടുത്ത് അവിടെ അടപ്പുണ്ട്. 2 ടീം കൂടെ എടുക്കുന്നുണ്ട്. ഹലോ, ഹായ്. എവിടെ അമ്മ ഇവിടെ ഉണ്ടല്ലേ, ഇവിടെ നിൽക്കണ്ട്. ഇപ്പൊ 2 ദിവസമായിട്ട് നല്ലൊരു വിശേഷങ്ങളായിരുന്നു ഇവിടെ അല്ലേ. ഒന്നും പറയണ്ടായിരുന്നു ഇവിടെ. അടിപൊളിയായിരുന്നു 2 ദിവസം. വീഡിയോ ഒക്കെ 2-3 ദിവസമായിട്ട് നമ്മൾ ഇട്ടിരുന്നു. വീഡിയോ ഒക്കെ ഇട്ടത് പിന്നെ 2 ദിവസം ലാഗൊക്കെ ഉണ്ടായിരുന്നു വീഡിയോനൊക്കെ. അതെ, ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങി നടക്കണായിരുന്നു. എല്ലാം പെട്ടെന്നായിരുന്നു അല്ലേ അമ്മ. അതെ, പോയി. സംഭവം പറയണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം വെറുതെ എന്നാണ് ഞായറാഴ്ച നമ്മ വെറുതെ ഒരു കുഴപ്പവും ഇല്ലാണ്ട് രാവിലെ തന്നെ വേറെ കാര്യം സംഭവിച്ച് 5 മണിക്ക് എഴുന്നേറ്റ് പ്രാക്ടീസിന് പോയി. അതൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു കുഴപ്പവും ഇല്ലാണ്ടൊക്കെ ഇരിക്കണായിരുന്നു. ഞങ്ങൾ 2 പേരും ഉണ്ടായിരുന്നുള്ളൂ വൈകിട്ട്. അപ്പോൾ വൈകിട്ട് പിന്നെ എന്നിട്ട് ഒന്ന് ഉറങ്ങിയിട്ടമ്മ ശരിക്കും. അപ്പോൾ ഉറങ്ങിയൊക്കെ എഴുന്നേറ്റ് ഇരുന്നൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്നാണ് തലകറക്കം വന്നത്. വേറെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല, ഒരു ചെറിയൊരു തലകറക്കം പോലെ തോന്നി. അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ പോണോ വേണ്ടയോ എന്നൊക്കെ പിന്നെ കുറച്ചേരം ആലോചിച്ചിരുന്നു. നമ്മൾ സാധാരണ ഒന്ന് വീട്ടിലൊക്കെ നോക്കുമല്ലോ, അതേപോലെയൊക്കെ ഒന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കൂടണുണ്ട്. വേഗം ഹോസ്പിറ്റലിൽ പോയി. രോഗി പുറകെ ജാടിയിട്ട് അടക്കണം പറഞ്ഞു ഞാൻ ഇപ്പൊ ഓക്കെ ആയിട്ടോ, അതാണ് അങ്ങനെ നടക്കണം. അപ്പൊ എന്നിട്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ അങ്ങോട്ട് ഭയങ്കരമായിട്ട് പേടിപ്പിച്ചളഞ്ഞു. അതെ, ഞാൻ പറവൂർ ഹോസ്പിറ്റലാണ് പോയത്. പറവൂർ ഹോസ്പിറ്റലിൽ അവര് നിർത്തി പേടിപ്പിച്ചു. ആദ്യം പറവൂരെന്ന് വെച്ചാൽ KMCയില് ഇവിടെ ഉള്ളവർക്ക് അറിയാൻ പറ്റും. അവിടെയാണ് നമ്മൾ പോയത് ആദ്യം. അപ്പൊ ആദ്യം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ECG വേരിയേഷൻ ഉണ്ടായിരുന്നു, പ്രഷർ കൂടുതലുണ്ടായിരുന്നു, പിന്നെ ബ്ലോക്ക് ഉണ്ടാന്നൊക്കെ ചോദിച്ചു. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴേക്കും നമ്മൾ അങ്ങനെ ഇതായിപ്പോയി. തന്നെ അമ്മ ഇത് ഇങ്ങനെ നോക്ക്, പിന്നെ കേക്കണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളിലൊക്കെ അങ്ങനെ അവര് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ വേറെ സ്ഥലത്ത് പോയി കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഡോക്ടർ ഇല്ല. പിന്നെ നമ്മള് നേരെ ചാലാക്കിലാണ് പോയത്. അതെ, അവിടെ ഡോക്ടർ ഉണ്ടെന്ന് അങ്ങോട്ട് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോ അവിടെ ഡോക്ടർ ഇല്ല. ഇവിടുന്ന് എങ്ങനെയാണ്, ഇവിടുന്ന് ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ വിട്ടേക്കണം. ബ്ലോക്ക് ഉണ്ട്, പെട്ടെന്ന് വിട്ടു എന്ന് പറഞ്ഞാൽ ധൃതി പിടിച്ചു. നമ്മളോട് അങ്ങനെ സീരിയസ് ആണ് എന്നുള്ള ഒരു ഇതിലാണ് പറഞ്ഞത്. എന്നോടും കൂടി. അതെ, അങ്ങനെയൊക്കെ ഇതുവരെ ഒരു ഹോസ്പിറ്റലിൽ കണ്ടിട്ടില്ല പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ പെട്ടെന്ന് നമ്മളും ടെൻഷനായി പോയി. എന്താണ് ഇങ്ങനെ ഭയങ്കര വേരിയേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. വേരിയേഷൻ ആണ്, ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, വേഗം അങ്ങോട്ട് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോയത്. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അവിടെ ചെന്ന് ഡോക്ടർ ഇല്ലാണ്ടായി. പിന്നെ അവിടെ നിന്നും നമ്മള് വേഗം വായുടിച്ച് ഇങ്ങോട്ട് പിന്നെ എറണാകുളത്തേക്കല്ലേ ഒരു ഓപ്ഷൻ ഉള്ളൂ നമുക്ക്. അപ്പൊ ഡോക്ടർമാരെയൊക്കെ വിളിച്ചു വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ആസ്റ്ററിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെ, പിന്നെ അവിടെ നടന്ന കുറച്ച് കാര്യങ്ങൾ ഞാനിപ്പോ കാണിച്ചു തരാം. നിങ്ങൾ ഒന്ന് ഇതിലിപ്പോ ആഡ് ചെയ്യട്ടെ വീഡിയോ, അതൊന്ന് കണ്ടിട്ടോ. രാത്രി അമ്മക്ക് ടെൻഷൻ കൂടി, പ്രഷറൊക്കെ കൂടി അല്ലേ. ടെൻഷൻ കൂടി, BP കൂടി, മൊത്തത്തിലെല്ലാം കൂടി. അതെ, നാളെ ഒന്നും കൂടി വന്ന് കാണിക്കണം ഡോക്ടറെ അല്ലേ അമ്മ. നമ്മളെവിടെയാണ്, എവിടെയാണെന്ന് ഇപ്പൊ കാണുമ്പോ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. നമ്മള് എവിടെ അല്ലട്ട് ആദ്യം വന്നത്, നമ്മള് അവിടെ പറവൂരൊക്കെ കാണിച്ചിട്ടാണ് നേരെ ഇങ്ങോട്ട് പോകുന്നത്. അവിടെ ഇല്ല ഡോക്ടർ ഉണ്ടായില്ല. പിന്നെ നമ്മള് വിളിച്ചു നോക്കിയപ്പോ ഇവിടെ ഉണ്ട്. പിന്നെ നേരെ വേറെ കയറാനൊന്നുമില്ല, നേരെ ഇങ്ങോട്ട് പോകുന്നു. കഴിഞ്ഞിട്ട് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല. പ്രഷർ കൂടുതലാണ്. രാവിലെ ഒന്ന് വന്നെ. അതെ,
അമ്മ ഇങ്ങനെ കൈ കാണിക്കുന്ന നമ്മൾ കണ്ണം പണ്ട് മറ്റേ വൈക്കിളക്കത്തിന് ട്രിപ്പ് ഇട്ടപ്പോ ഇങ്ങനെ കിടന്നിട്ട് വലിയ രാജാവ് എടുക്കുന്നത് കിടന്നത് ചോറിനോ വീട്ടിൽ പോയിട്ട് ചായ മേടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ചായ ഒന്നും വേണമെങ്കിൽ വീട്ടിൽ പോയി ചോറ് ഈ ഭാഗത്ത് ഇത്തിരി തണുപ്പ് കൂടുതലാണ്. അതെ, ബാക്കി വിശേഷം വീട്ടിൽ പോയിട്ട് പറഞ്ഞു തരട്ടെ എന്താന്ന്. അപ്പൊ അങ്ങനെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ എല്ലാവരും കണ്ടല്ലോ അല്ലേ? വിശേഷം വെച്ചാൽ അപ്പൊ ലാസ്റ്റ് ഒന്ന് നോർമൽ ആയി കഴിഞ്ഞ തലവേനെ കുറഞ്ഞ പ്രഷറൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷമാണ് നമ്മൾ വീഡിയോ എടുത്തത്. അപ്പൊ അത് അല്ലേ, അപ്പൊ നിങ്ങൾ ചോദിക്കും നിങ്ങ ഇത്ര ഇതായിട്ട് പോയി വീഡിയോ എടുത്താന്ന് ചോദിക്കും. അപ്പൊ ശരിക്കും എനിക്ക് തലയുടെ മരപ്പൊക്കെ മാറി. അതെ, പിന്നെ എനിക്ക് വീട്ടിൽ വരണം, വീട്ടിലൊന്ന് ചോറിനണോന്നുള്ളൊരു ചെറിയ അവിടെ ആശ്രയിച്ച് ചെന്നപ്പോഴും അവരും പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴും അതിലും വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ചെറിയ വ്യത്യാസം വരുന്നെങ്കിലും പെട്ടെന്ന് ഒരു രാത്രിയും കൂടെ ആയതുകൊണ്ട് അവര് ഡോക്ടേഴ്സ് ആരും സമ്മതിക്കൂലല്ലോ പോവാനായിട്ട്. അപ്പൊ അവര് ഡിസ്ചാർജ് ആക്കാൻ നമുക്ക് വേണമെങ്കിൽ ഐസിയുലോട്ട് പോവാ, അങ്ങനത്തെ ഒരു ഡിസ്ചാർജ് ആക്കാൻ പറ്റില്ല, അഡ്മിറ്റ് ആക്കിയിട്ട് ഐസിയുലോട്ട് മാറ്റാന്നൊക്കെ ഉള്ള ഒരു ഇതൊക്കെ ഇങ്ങനെ വന്ന് അപ്പോഴേക്കും ഇവിടെ നിന്ന് ഒരു മരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരും അവിടെ ചെന്ന് മെഡിസിനൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഇങ്ങനെ ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാരണം പിന്നെ നമുക്ക് വീട്ടിൽ പോന്നാ മതി. പ്രഷർ അത്യാവശ്യ രീതിക്ക് കയറി, പ്രഷർ കൂടി. അപ്പോഴാണ് ഈ സിജിയിൽ ഇത്രയും വേരിയേഷൻ വരാൻ കാര്യം ഉണ്ടായത് മെയിനായിട്ട്. അപ്പൊ അങ്ങനെ അവിടെ നിന്ന് ഡിസ്ചാർജ് ആയി മേടിച്ചു പോന്നാണ്. സംഭവം എന്ന് വെച്ചാൽ 6 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കൂടി ബ്ലഡ് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെസ്റ്റിന്റെ പേര് ഞാൻ മറന്നുപോയി. അത് ഒരുവിധം എല്ലാവരും ചെയ്യുന്ന ടെസ്റ്റ് ആയിരിക്കുള്ളൂ. അത്യാവശ്യം ഇങ്ങനെ ഒരു ECGയിൽ വേരിയേഷൻ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചെയ്യണ ഒരു ടെസ്റ്റ്. അപ്പൊ അതിന് 6 മണിക്കൂർ കഴിഞ്ഞിട്ട് ചെയ്യണം. അപ്പൊ അവർ അഡ്മിറ്റ് ആവാൻ പറഞ്ഞെങ്കിലും പിന്നെ നമ്മള് അമ്മയുടെ ഒരു ഇത് നോക്കിയിട്ടാണ്, അമ്മ ഓക്കെയാണ് നമുക്ക് തോന്നിയത് കാരണം പോകുന്നതാണ്. അവര് നിർബന്ധിച്ചിട്ടാ ഡിസ്ചാർജ് ആക്കണ്ട, നമുക്ക് ഇനി എന്തെങ്കിലും പെട്ടെന്ന് രാത്രിയൊക്കെ അല്ലേ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മള് പേടിച്ചാ കൊണ്ടുവന്നത്. അപ്പൊ തന്നെ ചോറിനാ പറഞ്ഞത്. ഒന്നാമതായിട്ട് ഹാസ്റ്റലിൽ കിടക്കണേ തണുത്ത് വിറച്ചു ഭയങ്കര ഈസിയാണ് അവിടെ, എന്ത് ചെയ്യാനാണ്. പിന്നെ എനിക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ വന്ന് ചോറിന്നാ മതി എന്നുള്ളൊരു മൈൻഡ്. അത് കഴിഞ്ഞ് വന്നിട്ട് ചോറൊക്കെ കഴിച്ചിട്ടാ 12:30 ഞങ്ങൾ എത്തിരാത്രി. ഞങ്ങള് വന്നിട്ട് രാവിലെ തന്നെ പോയി, അതായത് ഇന്നലെ രാവിലെ പോയി. ബാക്കി ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. രാത്രി ആയപ്പോഴേക്കും ഒരുവിധം നമുക്ക് തോന്നി ഓക്കെ ആണെന്ന്. പിന്നെ രാവിലെ ഇപ്പൊ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഒരു തലക്ക് പിന്നെയും ഒരു മരയിപ്പൊക്കെ. അപ്പൊ തന്നെ ഞങ്ങളെല്ലാവരും ഇവിടെ പോയി. പിന്നെ ഇന്നലെ അവിടെ ചെന്നപ്പോഴും പ്രഷർ കൂടുതലായിരുന്നു. ചെന്നപ്പോ ആദ്യം പ്രഷർ നന്നായിട്ട് കൂടുതലുണ്ടായിരുന്നു. പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ചിലപ്പോ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ടാ അങ്ങനെയൊക്കെ ആയിരിക്കും. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതുകൊണ്ടാണ് നമ്മൾ ആ ടെസ്റ്റ് ഒന്നും കൂടെ ചെയ്യുകയും ചെയ്തു. അപ്പൊ ഒന്നുകൂടെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതും ഓക്കെ ആയി. അതിലും കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പോസിറ്റീവ് ആയത് നെഗറ്റീവ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാ ആസ്പത്രിയും ചോദിച്ചാൽ ടെൻഷനായിട്ടാണ്. നമുക്ക് കൈകുട്ടികളുടെ ടെൻഷൻ ഉണ്ട്. അന്ന് ഞായറാഴ്ച പ്രശ്നം ഉണ്ടാതൊക്കെ ചോദിക്കണോ? വീട്ടിലെ പ്രശ്നമല്ല, കൈകുട്ടിക്കളിയിൽ ഭയങ്കര പ്രശ്നമല്ലട്ടാ. ഒരു പ്രശ്നമുള്ളത് കൈകുട്ടിക്കളിയാണ്. നമ്മൾക്ക് അതാണ് ഇപ്പൊ അമ്മയുടെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇതിലേക്കാണ് ടെൻഷനും ഇങ്ങനെ അയ്യോ പാട്ട് സെറ്റായ അല്ല കളിയൊക്കെ പിടിക്കണതെല്ലാം അമ്മനെ പിടിക്കുന്നുണ്ട്, അവരായിട്ട് സംസാരിക്കണ അമ്മേനെ. അപ്പൊ എല്ലാം മിക്കപ്പോഴും ഫോൺ കോളുകളാണെങ്കിലും ഇതിന്റെ, അല്ലാണ്ട് നമ്മളൊരു കാര്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ അമ്മനെ കിട്ടൂല, ഇത് തന്നെ ഇരിക്കണം. അപ്പൊ അതിന്റെ ആ ഒരു ടെൻഷൻ കയറിയിട്ടാണെന്നാണ് നമുക്ക് തോന്നുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച അന്ന് രാവിലെ വന്നിരുന്നു ഇവിടെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, അയ്യോ സെറ്റ് ആയില്ല ഇനി എന്ത് ചെയ്യും അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പൊ ചിലപ്പോ അതിന്റെ സെറ്റാണ്, ബാക്കിയെല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, പവറായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ കളിക്കണ എല്ലാരും ആശാനടക്കം പറയണേ സെറ്റാണ്, എന്തിനാണ് ടെൻഷൻ അടിക്കണേന്ന്. പക്ഷെ നമുക്ക് എന്താണോ പറയും, അതെ കളിക്കാരെല്ലാരും പേടിച്ചിരിക്കേണ്ട, പിള്ളേരുകളൊക്കെ പേടിച്ചിരിക്കണം, ആശാനും പേടിച്ചു പോയി. പക്ഷെ ഡോക്ടർമാരെല്ലാരും ചോദിച്ചത് നല്ല പ്രശ്നമുണ്ട്, അവർക്ക് അറിഞ്ഞൂടല്ലേ ഇതിന്റെ ഇടയിലെ കൈകൊട്ടിക്കളിയൊക്കെ വീട്ടില് പ്രശ്നം ഉണ്ടാകുന്ന അവിടെ ചെല്ലുമ്പോ കാണാം കുടുംബക്കാരെല്ലാരും ഉണ്ട് അതിന്റെ ഉള്ളിൽ. എന്താണ് വീട്ടിൽ വല്ല പ്രശ്നം ഉണ്ടായിട്ട് അതേപോലെയാണല്ല തോന്നുന്നത്. നമ്മളെ ഈ വീട്ടില് പ്രശ്നമൊന്നുമില്ല, ദൈവം സഹായിച്ച് വീട്ടിൽ ഇന്ന് വരെ ഒരു പ്രശ്നമൊന്നുമില്ല. പ്രശ്നം കളിയിലുമില്ല, ഞാനായിട്ടുണ്ടാക്കണതാണ്. അത് ഓവറായിട്ട് ടെൻഷൻ കൊടുത്തിട്ടാണ് അങ്ങനെ. പക്ഷെ ഇവിടെ നിന്ന് പോകുമ്പോ നമ്മള് വിചാരിച്ചത് ഒരു തലകർക്ക് ചിലപ്പോ പ്രഷറിന്റെ ഇരിക്കും. ആദ്യം ഉപ്പിട്ടും പഞ്ചസാരയൊക്കെ ഇട്ട് വെള്ളമൊക്കെ കൊടുത്ത് നോക്കിയിട്ടാ, അപ്പൊ ഒന്നും സെറ്റ് ആവാണ്ടാണ് നമ്മൾ അങ്ങനെ പോയത്. അപ്പോഴേ ശരിക്കും ആ ടെൻഷന്റെ ചെയ്യണത്.
അങ്ങനെ ഒരു പേടി ഞങ്ങൾ എല്ലാവരും 2 ദിവസം കൊണ്ട്. 2 ദിവസം നല്ല രസമായിരുന്നു. ഇന്നലെ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരായിരുന്നു രാത്രിയൊക്കെ. ഇവിടെ ഓരോരുത്തര് വരി വരിയായിട്ടായിരുന്നു, ഓരോരുത്തർ ഇറങ്ങുമ്പോ അടുത്ത ആൾക്കാർ ഷിഫ്റ്റ് ആയിരുന്നു. ചില അവർ കറക്റ്റ് ടൈം വെച്ചാണ് വന്നത് അവർക്ക്. ഒരാൾക്ക് ഇറങ്ങാൻ സമയമാകുമ്പോ അടുത്ത ടീം പോയി. അതെ അതെ അതെ. അങ്ങനെ രാത്രി ഒരു 10 മണി വരെ ഇവിടെ നല്ല തിരക്കായിരുന്നു. ആദ്യം അച്ഛനും അമ്മയും തുടങ്ങി, ആശാൻ തുടങ്ങി. പിന്നെ സംഭവം എന്ന് വെച്ചാല് വെള്ളിയാഴ്ച കറക്റ്റ് ആയിട്ട് ഇത്ര ദിവസം ഉണ്ടായിരുന്ന ആളെ വെള്ളിയാഴ്ച പോയി ഞായറാഴ്ച രാവിലെ കുടുംബ യൂണിറ്റ് ഒക്കെ ഉണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച വരാന്ന് പറഞ്ഞ് പോയതാണ്. ആ ഗ്യാപ്പിലാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല കേട്ടോ. അമ്മയാണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ പ്രാക്ടീസിന് പോണ്. അപ്പൊ പോയി വന്നതിന് മുന്നേ വില്ലേജ് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാമൊക്കെ പറഞ്ഞ് നാളെ വരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടും പോയതാണ്. അപ്പൊ ഇവിടെ വന്നപ്പോ വില്ലേജ് അത്ഭുതപ്പെടണേ, എന്താണ് ഇവിടെ സംഭവിച്ചത്. പിന്നെ ആശാനും നമ്മുടെ പിള്ളേരുകളൊക്കെ വിളിച്ചു പറഞ്ഞേ സിന്ധ്യാനിക്ക് പാടില്ല, എല്ലാവരും പ്രാർത്ഥിക്കട്ടാന്നൊക്കെ വിളിച്ചു പറഞ്ഞു പറയും. അങ്ങനെ അറിഞ്ഞവരെല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടും ഇന്നലെ ടെസ്റ്റ് ചെയ്തപ്പോ മിനിയാന്നാളത്തെ പോസിറ്റീവായത് ഇന്നലെ നെഗറ്റീവായി. പിന്നെ പ്രഷറിന്റെ ഒരു ഇതുണ്ട്, അത് പിന്നെ നമ്മള് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ചെറുതായിട്ട് ഒരു ലോ ഡോസ് ഗുളിക കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് പറ്റുന്നുണ്ടെങ്കിൽ കഴിക്കാം. അങ്ങനെ ശ്രദ്ധിക്കണുണ്ടായിരുന്നില്ല, അങ്ങനത്തെ കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോ ഉപ്പും ഒന്നെല്ലാം കുറച്ച്. പിന്നെ നമുക്ക് എക്സസൈസിന്റെ ബുദ്ധിമുട്ടൊന്നും ഇല്ല, കൂടുതലുണ്ട്. അപ്പൊ ഇതൊക്കെ പറയുമ്പോ ഞങ്ങള് ആലോചിക്കുന്ന ഇതാണ്. പിന്നെ ഈ ഓണക്കളി കിടന്ന് ഇത്രയും ഇതാക്കണ ആൾക്ക് എന്താണ് ഇങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഈസി വേരിയേഷൻ, അതൊരു ടെൻഷൻ. ഇപ്പൊ 2 ദിവസം ക്യാൻറ്റീനിൽ പോയിട്ട് അല്ലേ, ഇന്ന് പോണം, വൈകിയാലും പോണം. വിടാത്തോണ്ടാണ് ഞാൻ നിക്കണത്. അയ്യോ അയ്യോ. അപ്പൊ ഓണക്കളിയിലെ ബിന്ദു എല്ലാവരും ഇന്നലെ വന്നപ്പോ ചേച്ചി ഇനി കളിയുടെ കാര്യം ഉണ്ടല്ലോ കേട്ടോ, അങ്ങനെ ദേഷ്യം കീറും. പക്ഷെ ഞാൻ പറഞ്ഞു വരുമ്പോൾ എനിക്ക് അത് തന്നെ പറയാൻ പറ്റുള്ളൂ. അതെനിക്ക് ഉറക്കം എന്തായാലും. അന്ന് രാവിലെ വെറുതെങ്കിലും ഇരുന്ന് പറഞ്ഞോളൂ, അമ്മേ ടെൻഷൻ അടിച്ച് ഒന്നും വരുത്തി വെക്കരുത് കേട്ടാ, വെച്ചാ അപ്പൊ അന്ന് വൈകിട്ട് തന്നെ കറക്റ്റ് ആയിട്ട് നമ്മുടെ മുതൽ ടെൻഷൻ ഉണ്ട് കണ്ടാലറിയാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവൻ. പറഞ്ഞ കല്യാണത്തിന് പോയി കല്യാണം പിടിച്ച് തന്ന ഉടനെ തന്നെ കല്യാണ വീട്ടിൽ ചെക്കനെയും പെണ്ണിനെയും കൊണ്ടുപോണ്ട നമ്മുടെ വണ്ടിക്കാരും കറക്റ്റ് ആയിട്ട് അവിടെ ഓഡിറ്റോറിയം എത്തിയപ്പോഴേക്കും തിരിച്ചു പോകുന്നത്. അവന് ഭാഗ്യമുണ്ട് എന്തായാലും. അങ്ങനെ എല്ലാവരും ഇത്തിരി പേടിച്ചല്ലേ. പിന്നെ രാത്രി ആയതുകൊണ്ടും നമുക്കിങ്ങനെ ഇനി എന്തെങ്കിലും. രാത്രി അച്ഛനുണ്ടായിരുന്നു അവിടെ ഹോസ്പിറ്റലിൽ, എല്ലാവരും ഉണ്ടായിരുന്നു. അന്ന് രാത്രി 1 മണിക്കൊക്കെ ഹോസ്പിറ്റലിൽ എല്ലാവരും ഉണ്ടായിരുന്നു. അച്ഛനാളിയൻ തക്കു എല്ലാവരും ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം ചേച്ചിയൊക്കെ കല്യാണത്തിന് പോകാനായിട്ട് ഹോളിന്റെ വാതിക്കൽ ഞായറാഴ്ച കുറെ കല്യാണം ഉണ്ടായിരുന്നു അല്ലെ, അമ്മക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. എനിക്ക് കല്യാണം ഉണ്ട്, എനിക്ക് പോകാൻ പറ്റില്ല. കണ്ണന് കല്യാണത്തിന് ചക്കര പെണ്ണ് ഇറക്കി അവിടെ പങ്കെടുക്കാൻ പറ്റിയില്ല. പാവ സുനി കൊറേ നാളെത്തി മണ്ഡലാലം ഒക്കെ കഴിഞ്ഞ് വന്ന് കല്യാണം ആ ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ടിലേക്ക് കാല് വെക്കല്ലേ ഐറ്റങ്ങളും കല്യാണം കൂടിയില്ല, ആർക്കും കല്യാണം കൂടാൻ പറ്റിയില്ല. പിന്നെ ഇന്നലെയാണ് കല്യാണ വീട്ടിലൊന്ന് പോയി നമ്മ എന്തെങ്കിലും കൊടുക്കണമല്ലോ, അവരും നമ്മളൊരു കല്യാണം പോയി വെക്കണല്ലേ. അങ്ങനെ ഇന്നലെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടാണ് പോയത്. തക്കുവൊക്കെ പിന്നെ പോയാന്ന് തന്നെ അറിയാൻ പാടില്ല, പോവാൻ പിന്നെ വഴി ഉണ്ടാവില്ലായിരിക്കും. അപ്പൊ അങ്ങനെയായിരുന്നു ഞങ്ങളുടെ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങള് പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ തന്നെ ഇരുന്നിട്ടാ, രാവിലെ പോയിട്ട് വൈകിട്ടായി എത്തിക്കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അരമണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയൊക്കെ നമുക്ക് കുറച്ച് സമയം ലാഗ് ഉണ്ടായിരുന്നു. പിന്നെ ഡോക്ടർ 2-3 തവണ കണ്ട്, ഡോക്ടറും കുറെ കാര്യങ്ങളൊക്കെ നല്ല ഡോക്ടറൊക്കെ ആയിരുന്നല്ലോ. അങ്ങനെയൊക്കെയായിരുന്നു വിശേഷങ്ങള് അല്ലേ. ഇന്നലത്തെ ഞായറാഴ്ച ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത. തിങ്കളാഴ്ച പിന്നെ ആസ്പത്രി പോയി ഇനി എന്താവോ എന്നുള്ള രീതിയിൽ ആദ്യം തന്നെ നമ്മളെ പേടിപ്പിച്ചളഞ്ഞു. രാത്രി ബ്ലോക്ക് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചളഞ്ഞു. അപ്പൊ അങ്ങനെ പറയുമ്പോ അങ്ങനെയൊക്കെ ഒരാളോട് നേരെ പറയരുത്. ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നെങ്കിലും നമുക്കിങ്ങനെ നമ്മള് വീട്ടിലാണെങ്കിലും ഓടി എത്തേണ്ട അവിടെ വരെ അങ്ങനെ ഒരു ഇതായി പോയി. പിന്നെ അമ്മ ഓക്കെ എന്ന് തോന്നിയോണ്ടാണ് നമുക്ക് കൊണ്ടുവന്നത്. അതെ, ചോറ് വേണമെന്ന് പറഞ്ഞപ്പോ ഓക്കെ. എനിക്ക് ആസ്പത്രിയിൽ ചെന്നപ്പോഴും എനിക്ക് വീട്ടിൽ വന്നാ മതി, എന്താണെങ്കിലും വീട്ടില് വരണം എന്നുള്ളൊരു. പിന്നെ അങ്ങനെ ICUയിൽ കയറേണ്ട ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. പിന്നെ അവര് എവിടെ ചെന്നാലും നമ്മളോട് അങ്ങനെയല്ലേ പറയുള്ളൂ. അവരുടെ ജോലി അവര് ചെയ്യും. അവരുടെ വല്ലതും പറഞ്ഞിട്ട് പിന്നെ ആസ്പത്രിക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മള് നമ്മുടെ റിസ്കിൽ തന്നെ പോകുന്നതാണല്ലോ. പിറ്റേഴ്സ് ചെന്നപ്പോഴും ഡോക്ടർമാര് ആ റിസൾട്ട് നോക്കിക്കൊണ്ട് അത്ര വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ലെന്നാ പറഞ്ഞത്. അതെന്നാ പറഞ്ഞൂടാ. ചിലപ്പോ രാത്രി ആയതുകൊണ്ടായിരിക്കും അങ്ങനെ. രാത്രി ചെല്ലുമ്പോ എല്ലാവർക്കും നമ്മളും പേടിച്ചാണല്ലോ ചെല്ലണത്. ഇത്തിരി കേട്ട് കഴിഞ്ഞാൽ നമുക്കും ടെൻഷനാവും. രാവിലെ ആകുമ്പോ പിന്നെ എവിടെയെങ്കിലും ഡോക്ടർമാരൊക്കെ ഉണ്ടാവും. അന്നാണെങ്കിൽ ഓരോരുത്തരും ഡോക്ടർമാരുണ്ടായില്ല, ഞായറാഴ്ചയുമായിരുന്നു. അതാണ് പ്രശ്നം പറ്റിയത് കൂടുതലും. പിന്നെ നമ്മുടെ നാടിനെ അപേക്ഷിച്ച് പറവൂരാണെങ്കിൽ നല്ലൊരു ഡോക്ടറും ഇല്ല, ഒരു ഹോസ്പിറ്റലുണ്ട്. ഇപ്പോൾ അതിന്റെ ഉള്ളിൽ ഡോക്ടർമാരില്ല. നമ്മൾക്ക് ഇവിടെ നല്ലതാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ മതിയല്ല. ഞങ്ങൾക്കെന്നല്ല, നമ്മുടെ ഈ ഭാഗത്ത് എല്ലാവർക്കും ഇപ്പൊ പറ്റാതാണ്.
ആരെ കൊണ്ടുപോയാലും അപ്പൊ വിടണേ അങ്ങാടിക്ക്. പ്രത്യേകിച്ച് രാത്രി പോയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ വേറെ എവിടെയെങ്കിലും അതിൽ നല്ല എറണാകുളത്തോട്ട് പോണത് തന്നെയാണ്. റോഡും ഇല്ല ഹോസ്പിറ്റലും ഇല്ല. പറൂര് എത്രയും വലിയൊരു വന്നിട്ടില്ല. ബാക്കി എല്ലായിടത്തും ആസ്പത്രികൾ വന്ന് പുരോഗമനമൊക്കെ ഉണ്ട്. പക്ഷെ പറൂര് നേരത്തെ ഇതിലും നല്ലതൊക്കെ ആയിരുന്നു. നേരത്തെ നല്ല ഹോസ്പിറ്റലൊക്കെ ഉണ്ട്, സ്ഥലമൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. പക്ഷെ ഡോക്ടർമാരില്ല. ആരെ കൊണ്ട് ചെന്നാലും അവരപ്പ വിടും. അങ്ങനെ ഒരു ഡ്യൂട്ടി ഡോക്ടർ എവിടെ എന്തോ ഹോസ്പിറ്റലിലും ഉണ്ടാവും. അവരവരെ കൈ ഒഴിഞ്ഞപ്പോ തന്നെ പറഞ്ഞു പേടിപ്പിച്ച്. വേരിയേഷൻ ഉണ്ടാവും. വരെ ഇങ്ങനെ പോയതുകൊണ്ടാണ് ഞാൻ കേട്ടു കിടക്കുന്നത്. എന്റെ പക്കി തന്നെ പറയണത് വീട്ടിൽ ആർക്കെങ്കിലും വല്ല ഹൃദയ സംബന്ധമായ രോഗങ്ങളുണ്ടോ? അപ്പൊ തന്നെ നമുക്ക് അറ്റാക്ക് ആണെന്നല്ലേ തോന്നുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ഇരുന്ന് കാര്യങ്ങളല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ ഇരുന്ന് കാര്യങ്ങള്. അപ്പൊ തുടർന്ന് പതുക്കെ പതുക്കെ വീഡിയോ ഒക്കെ ഇടാം. അപ്പൊ ഇപ്പൊ ഓക്കെ ഉണ്ട്, ഉഷാറായിട്ടല്ലേ? ഉഷാറായില്ലേ? രാത്രി വന്നപ്പോ എനിക്ക് വീട്ടിലൊന്ന് ചോറിനുള്ള ചോറ് ഇപ്പൊ ക്യാൻറ്റീൻ പോണെന്നായി. അവിടെ കിടന്ന് ഞാൻ ആലോചിക്കണം ഉച്ചക്ക് മാന്തലും വാങ്ങിട്ട് മാന്തൽ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അവിടെ കിടന്നപ്പോ ആ കറി വിട്ട് ചോറ് എന്റെ എല്ലാം മാറും. ചോറ് തിന്നിട്ട് എന്നിട്ട് അതുകൊണ്ട് മാറിയെന്നാ തോന്നണത്. 1 മണിക്ക് വന്ന് ചോറുന്നു. ചോറ് കറിക്കലൊക്കെ ഹാളി കൊണ്ടുവന്ന് ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള്. എനിക്ക് ഇങ്ങനെ ശരിക്കും ഭേദമാണെങ്കിൽ എനിക്ക് ക്യാൻറ്റീനിൽ കൂടി പോകണം. അയ്യോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഇന്നത്തെ കൊച്ചു അവസാനിപ്പിക്കണം. അപ്പൊ ഈ വിശേഷങ്ങൾ പറയാൻ വേണ്ടി വന്നതിന് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.